ദ ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററി പുറത്തു വന്നതിന് പിന്നാലെ നടി നയൻതാരയുടെ ജീവിതമാണ് ആരാധകർക്കിടയിലെ ചർച്ച. പ്രതിസന്ധികളെ അതിജീവിക്കാൻ നയൻതാര കാണിച്ച മനക്കരുത്തിനെ ഏവരും അഭിനന്ദിക്കുന്നുണ്ട്. താരത്തിന്റെ ജീവിതം അടിമുടി മാറുന്നത് നടൻ പ്രഭുദേവയുമായി ഉണ്ടായ ബന്ധം തകർന്ന ശേഷമാണ്. വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമായ പ്രഭുദേവയുമായി നയൻതാര അടുത്തപ്പോൾ സിനിമാ ലോകത്ത് ഇത് വലിയ ചർച്ചയായി മാറി. പ്രഭുദേവയുടെ ഭാര്യ ഇരുവർക്കുമെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു. ഗോസിപ്പ് കോണങ്ങളിൽ നിറം പിടിപ്പിച്ച് കഥകളും കൂടി വന്നതോടെ നയൻതാരയുടെ കുടുംബത്തെയും ഇതേറെ ബാധിച്ചു. മകൾ കൈവിട്ടു പോയി എന്ന് തോന്നിയ ഒരു ഘട്ടം ഉണ്ടായിരുന്നുവെന്ന് നയൻതാരയുടെ അമ്മ ഓമന കുര്യൻ ഡോക്യുമെന്ററിയിൽ തുറന്നു പറയുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രഭുദേവ നയൻതാര ബന്ധത്തെക്കുറിച്ച് നടി കുട്ടി പന്മനി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കരിയർ വിട്ട് പ്രഭുദേവയെ വിവാഹം ചെയ്യാൻ നയൻതാര തീരുമാനിച്ചപ്പോൾ തനിക്ക് ആശങ്ക തോന്നിയിരുന്നുവെന്ന് കുട്ടി പന്മനി ഒരിക്കൽ തുറന്നു പറയുകയുണ്ടായി. കരിയറിലെ പീക്കിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തതിൽ തനിക്ക് ഭയം തോന്നി. എന്തിനിങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നുവെന്ന് തോന്നി. എന്തിനാണ് തിരക്ക് പിടിച്ച് വിവാഹം ചെയ്യുന്നത്? ടോപ്പിൽ നിൽക്കുകയാണ്, കുറച്ചുകൂടി കാത്തിരുത്തിട്ട് പോരെ വിവാഹം എന്ന് തോന്നിയെന്നും കുട്ടി പത്മിനി പറഞ്ഞു. അതേ ഉയരത്തിലായിരുന്നു നടി നാദിയ മൊയ്തു ഉണ്ടായിരുന്നത്. പക്ഷേ നാദിയ ശരിയായ തീരുമാനമാണ് എടുത്തത്. കല്യാണം കഴിഞ്ഞ് 2 മക്കൾക്ക് ജന്മം നൽകി. കുട്ടികൾ വളർന്ന ശേഷം വീണ്ടും അഭിനയിക്കാൻ വന്നു. ഇന്നും നല്ല നിലയിലാണുള്ളത്. പക്ഷെ നയൻതാര ഇങ്ങനെയൊരു തീരുമാനമെടുത്തപ്പോൾ തനിക്കത് തെറ്റായി തോന്നിയതിന് കാരണമുണ്ടെന്നും കുട്ടി പത്മിനി പറഞ്ഞു. പ്രഭുദേവ സാർ നേരത്തെ വിവാഹിതനാണ്. വിവാഹിതനായ ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്ന് ആ കുടുംബം നശിപ്പിക്കണോ, ആ ശാപം വാങ്ങണോ എന്നൊക്കെ ചിന്തിച്ചുവെന്നും ഇന്ന് താൻ വളരെ സന്തോഷവതിയാണ്. വിഘ്നേഷ് വളരെ നല്ല വ്യക്തിയാണ്. നയൻതാരയെ തനിക്ക് നന്നായി അറിയാം. തന്റെ വീട്ടിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഒരു മകളോടെന്ന പോലെയുള്ള വാത്സല്യം നയൻതാരയോട് തനിക്കുണ്ട് എന്നും കുട്ടി പത്മിനി പറഞ്ഞു. പ്രഭുദേവയുമായുള്ള വിവാഹം മുടങ്ങിയതോടെ തകർന്നു പോകാതെ മുന്നോട്ട് നീങ്ങിയ നയൻതാരയെ താൻ അഭിനന്ദിക്കുന്നുവെന്നും കുട്ടി പത്മിനി അന്ന് വ്യക്തമാക്കി. 20 വർഷം ഇൻഡസ്ട്രിയിൽ മുൻനിരയിൽ നിൽക്കാൻ ഫേവറിറ്റിസം കൊണ്ട് മാത്രം സാധിക്കില്ലെന്നും കുട്ടി പത്മിനി ചൂണ്ടിക്കാട്ടി. അതേസമയം പ്രഭുദേവയ്ക്കൊപ്പം ജീവിതം ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ കരിയർ വിടാൻ ഒരുങ്ങിയതാണ് നയൻതാര. ഇതേക്കുറിച്ച് നടി ഡോക്യുമെന്ററിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. പ്രഭുദേവയുടെ ആവശ്യപ്രകാരമാണ് കരിയർ വിടാൻ അന്ന് തീരുമാനിച്ചതെന്ന് നയൻതാര തുറന്നു പറഞ്ഞു. എന്നാൽ പ്രഭുദേവയുടെ പേരെടുത്ത് പറയുന്നില്ല. അയാൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇൻഡസ്ട്രി വിട്ടത്. തനിക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു എന്നാണ് നയൻതാര ഡോക്യുമെന്ററിയിൽ പറയുന്നത്. ബ്രേക്കപ്പിന് ശേഷം മാനസികമായി തകർന്നുപോയി എന്നാണ് നയൻതാര പറഞ്ഞത്. ആ അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥനയോടെ മകളെ തിരിച്ചു കൊണ്ടുവന്നതിനെ കുറിച്ചെല്ലാം നയൻതാരയുടെ അമ്മയും സംസാരിക്കുകയുണ്ടായിരുന്നു. അവസാന ദിവസത്തെ ഷൂട്ടിംഗ് എനിക്ക് മറക്കാനാകില്ല. ആ ഇമോഷൻ എനിക്ക് വിശദീകരിക്കാനാകില്ല. ഞാൻ വല്ലാതായി. ഞാൻ പോലും അറിയാതെ കരഞ്ഞു. ഞാൻ ഒരുപാട് സ്നേഹിച്ച് ഇതാണ് എനിക്കെല്ലാം എന്ന് കരുതിയ പ്രൊഫഷൻ വിട്ടു കൊടുക്കേണ്ടി വന്നപ്പോൾ അതിനേക്കാൾ താഴ്ന്നതൊന്നുമില്ലെന്ന് തോന്നി. താൻ ഇൻഡസ്ട്രി വിട്ടതിന് കാരണം എന്നോട് ആ വ്യക്തി ആവശ്യപ്പെട്ടതാണ്. എനിക്കതൊരു ഓപ്ഷൻ അല്ലായിരുന്നു. നിനക്കിനി വർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അന്ന് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പക്വത എനിക്കില്ലായിരുന്നു. എന്ത് തരം ആളുകൾക്കൊപ്പമാണ് നിങ്ങൾ ഉള്ളതെന്നും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാകുക മോശം ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. അത് തന്നെ പൂർണ്ണമായും തകർത്തുവെന്നാണ് നയൻതാര പറഞ്ഞത്. താനല്ല പ്രശ്നമെന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമെന്ന് അവർ മനസ്സിലാക്കുമെന്ന് താൻ ചിന്തിച്ചെന്നും നയൻതാര വ്യക്തമാക്കി. ജീവിതത്തിൽ പിഴവുകൾ പറ്റുന്നതും അതിൽ ഖേദിക്കുന്നതും ഓക്കെയാണ്. ആ വ്യക്തിയെ വിശ്വസിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിലെ കുറച്ച് വർഷങ്ങൾ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും പക്ഷെ അതിൽ കുഴപ്പമില്ലെന്നും നയൻതാര വ്യക്തമാക്കി. അതേസമയം നടൻ പ്രഭുദേവയുമായുള്ള പ്രണയവും പ്രണയ തകർച്ചയുമാണ് നയൻതാരയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. പ്രഭുദേവയെ വിവാഹം ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ച നയൻതാര സിനിമാ കരിയർ വിടാൻ തയ്യാറായി. സീതാരാമരാജ്യം എന്ന തെലുങ്ക് ചിത്രം തന്റെ അവസാന സിനിമയാണെന്ന് നയൻതാര പ്രഖ്യാപിച്ചതുമാണ്. എന്നാൽ പ്രഭുദേവയുമായുള്ള ബന്ധം മുന്നോട്ട് പോയില്ല. മാനസികമായി തകർന്ന നയൻതാര കുറച്ചുകാലം കരിയറിൽ നിന്നും മാറി നിന്നു. പിന്നീട് ശക്തമായ തിരിച്ചുവരവ് നടത്തി. പ്രഭുദേവയുമായി അകന്ന ശേഷം കരിയറിൽ നിന്നും വിട്ടുനിന്ന നയൻതാരയ്ക്ക് മുൻനിര നായിക സ്ഥാനവും നഷ്ടമായിരുന്നു. എന്നാൽ രാജറാണി എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നയൻതാര നടത്തി. ലേഡി സൂപ്പർ സ്റ്റാറായി മാറുന്നതും തിരിച്ചുവരവിലാണ്. അതേസമയം ഒരു കാലത്ത് ഗോസിപ്പ് കോളങ്ങളിൽ സ്ഥിരം ചർച്ചാ വിഷയമായിരുന്നു നയൻതാര വ്യക്തിജീവിതം. ചിമ്പു പ്രഭുദേവ എന്നിവരുമായുള്ള പ്രണയം വലിയ തോതിൽ ചർച്ചയായിരുന്നു. പ്രഭുദേവയുമായ ബന്ധമുണ്ടാക്കിയ വിവാദം ചെറുതായിരുന്നില്ല. ഈ ബന്ധം അവസാനിപ്പിക്കുമ്പോൾ നയൻതാരയുടെ മനസ്സ് തകർന്നിരുന്നു. പലതരത്തിലുള്ള കഥകളാണ് അന്ന് നയൻതാര പ്രഭുദേവ ബന്ധം തകരാൻ കാരണമായി സിനിമാ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടത്. വിജയ് നയൻതാര ചിത്രം വില്ലിന്റെ സംവിധായകനായിരുന്നു പ്രഭുദേവ. ഷൂട്ടിങ്ങിനിടെയാണ് പ്രഭുദേവ നയൻതാരയുമായി അടുക്കുന്നത്. പ്രഭുദേവ എന്ന മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ്. ഈ ബന്ധത്തിൽ മക്കളുമുണ്ട്. എന്നാൽ നയൻതാര ഇതൊന്നും കാര്യമാക്കിയില്ല. പ്രഭുദേവയ്ക്കൊപ്പം ജീവിക്കാൻ നടി തീരുമാനിച്ചു. പ്രഭുദേവയുടെ മൂത്ത മകൻ ക്യാൻസർ ബാധിച്ച സമയത്തായിരുന്നു അത്. ഏറെ വിഷമം നേരിടുന്ന ഘട്ടത്തിലാണ് പ്രഭുദേവ നയൻതാരയുമായി അടുക്കുന്നത്. എന്നാൽ ഇരുവരുടെയും ബന്ധത്തിനെതിരെ പ്രഭുദേവയുടെ അന്നത്തെ ഭാര്യ റംലത്തും രംഗത്ത് വന്നിരുന്നു. നയൻതാരയെ നേരിട്ട് കണ്ടാൽ ചെരുപ്പ് കൊണ്ട് അടിക്കുമെന്ന് അവർ തുറന്നു പറഞ്ഞു. കുടുംബം തകർത്ത നടി എന്ന ആക്ഷേപം നയൻതാരയ്ക്ക് കേൾക്കേണ്ടി വന്നു. എന്നാൽ നടി ബന്ധത്തിൽ
ബന്ധത്തിൽ ഉറച്ചു നിന്നു. റംലത്തുമായുള്ള വിവാഹബന്ധം വേർപെടുത്താൻ പ്രഭുദേവ തയ്യാറായി. വൻതുക ജീവനാംശമായി പ്രഭുദേവ നൽകി. മക്കളുടെ കാര്യങ്ങളും ഏറ്റെടുത്തു. എന്നാൽ അപ്പോഴേക്കും നയൻതാര പ്രഭുദേവ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു തുടങ്ങി. റിപ്പോർട്ടുകൾ പ്രകാരം വിവാഹം ചെയ്തില്ലെങ്കിലും നയൻതാരയും പ്രഭുദേവയും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിരുന്നു. പ്രഭുദേവയുമായി മുന്നോട്ടുള്ള ജീവിതം സാധ്യമല്ലെന്ന ഒരു ഘട്ടത്തിൽ നയൻതാര മനസ്സിലാക്കി. അന്നും കോടികൾ പ്രതിഫലം വാങ്ങുന്ന നടിയാണ് നയൻതാര. പ്രഭുദേവയ്ക്ക് വേണ്ടി നയൻതാര വല്ലാതെ പണം ചെലവഴിച്ചു. എന്നാൽ പ്രഭുദേവയ്ക്കും എന്നും പ്രിയപ്പെട്ടവർ തന്റെ മക്കൾ തന്നെയായിരുന്നു. മക്കളോട് കാണിക്കുന്ന അടുപ്പം നയൻതാര ശ്രദ്ധിച്ചു. പ്രഭുദേവയുമായുള്ള ബന്ധം കാരണം നയൻതാരയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ പേരുദോഷമുണ്ടായി. വിവാഹേതര ബന്ധം എന്ന പേരിൽ ആക്ഷേപങ്ങളും കേട്ടു. കരിയറിലെ തിരക്കേറിയ സമയത്താണ് സിനിമകൾ വേണ്ടെന്ന് വെച്ച് പ്രഭുദേവയ്ക്കൊപ്പം ജീവിക്കാൻ നയൻതാര തയ്യാറാകുന്നത്. ഇത്രയൊക്കെ ത്യാഗം സഹിച്ചിട്ടും അർഹിച്ച പരിഗണന പ്രഭുദേവയിൽ നിന്നും തനിക്ക് ലഭിക്കുന്നില്ലെന്ന് തോന്നിയതോടെ നയൻതാര ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പോഴേക്കും സിനിമാ രംഗത്തെ മുൻനിര സ്ഥാനം നയൻതാരയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു. മാനസികമായി തകർന്ന നയൻതാര ഒരു വർഷത്തോളം ലൈംലൈറ്റിൽ നിന്ന് മാറി നിന്നു. പിന്നീട് ശക്തമായ തിരിച്ചുവരവ് നടത്തി. മറുവശത്ത് പ്രഭുദേവ ചെന്നൈയിൽ നിന്നും മാറി മുംബൈ സിനിമാ ലോകത്ത് ശ്രദ്ധ കൊടുത്തു. അതേസമയം പഴയ താരപ്രഭ ഇന്ന് പ്രഭുദേവയ്ക്കില്ല. എന്നാൽ നയൻതാര താരറാണിയായി ഇന്നും സിനിമാ ലോകത്ത് നിലനിൽക്കുകയാണ്. അതേസമയം തന്നെ ഭർത്താവ് വിഘ്നേഷ് ശിവനോടൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് നയൻതാര ഇന്ന്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.